നമ്മളിന്ന് പെട്ടെന്ന് തോരൻ ഉണ്ടാക്കുന്ന പെട്ടെന്ന് അങ്ങനെ തോരൻ ഉണ്ടാക്കാം. സിമ്പിൾ തോരൻ ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ ഞാനിപ്പം പയർ വേവിച്ചു, അതായത് ഈ ചുമന്ന പയർ വേവിച്ചു. ഇത് അതിൻ്റെ വെള്ളമാണ് ചെറുപയറിൻ്റെയും വെള്ളം, ചുമന്ന പയറിൻ്റെ വെള്ളം. ചെറുപയറിൻ്റെ വെള്ളം നമ്മൾ ഇവിടെ കുട്ടികളൊക്കെ ഉപ്പിട്ട് കുളിക്കാറുണ്ട്. അത് വളരെ നല്ലതാണ് ആരോഗ്യത്തിനൊക്കെ. നല്ലതായിട്ട് ഇച്ചിരി കഴുകി ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് നമുക്ക് വേവിച്ച് കഴിഞ്ഞാൽ വേവുമ്പോൾ അതിൻ്റെ വെള്ളം നല്ലതാണ്. അപ്പോൾ ഈ പയർ, പിന്നെ നമ്മൾ ഈ ഏത്തക്കയും ചെറിയ സവോളയും, പിന്നെ സവോള താല്പര്യമില്ലാത്തവർ ഇടണ്ട. പിന്നെ ചുരക്കയും അമരപ്പയർ, ഇതെല്ലാം കൂടെ ഞാൻ കണ്ടിച്ചിട്ടു. അപ്പം ഞാൻ ഏത്തക്ക കുറച്ച് അധികം എനിക്ക് ഇടാൻ കുറച്ചേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനോട് ചെറിയ മിക്സ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം അമരക്കയൊക്കെ നല്ലതാണ് തോരൻ വെക്കാൻ, അത് തുമരയിട്ട് തോരൻ വെക്കാനൊക്കെ നല്ലതാണ്. അപ്പം റെഡ് ചില്ലി, കടുക് വറുത്തിട്ട് റെഡ് ചില്ലിയും ഒക്കെ എടുത്ത് കടുക് വറുത്തിട്ടെടുത്തിടാം. നമുക്ക് സവാള ഉള്ളി കണ്ടിച്ച് കടുക് വറുത്ത് അതിനകത്ത് ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ട് അതിനകത്ത് ഈ ഐറ്റംസ് ഒന്ന് വേവിക്കാൻ ഇട്ടു. ഈ പയറല്ല, ഈ പച്ചക്കറി ഐറ്റംസ്. അതിനകത്ത് ഈ പയറിൻ്റെ വെള്ളം ശകലമായിട്ട് കുറച്ച് ഒഴിച്ച് അത് നേരത്തേക്ക് അമരപ്പയറൊക്കെ ഒന്ന് വേവാനായിട്ട് ഇച്ചിരി സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് ആ വെള്ളം ഒഴിച്ച് അത് നമുക്കെല്ലാം അത് വേവിക്കുന്നവരെ കുറച്ച് സമയം ഒന്ന് അത് വെള്ളം വറ്റി ഒന്ന് സെറ്റാവുന്ന വേവാവുന്ന വരെ അതൊന്ന് സമയം കൊടുക്കുക. പിന്നെ അതിന് പെട്ടെന്ന് ഈ അരക്കൂടെ കാണിച്ചാൽ ഇത്രയും തേങ്ങയും മല്ലിപ്പൊടിയും ശകലം മുളക് പൊടി, കുരുമുളക് പൊടി, കായുണ്ട്, പച്ചക്കായോ ഏത്തക്കായോ ഒക്കെ ആണെങ്കിൽ ഉള്ളി, പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച്. പിന്നെ അരക്കകത്ത് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം, അല്ലെങ്കിൽ ഈ പച്ചക്കറിക്കകത്തോട്ട് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഉപ്പിട്ട് 1 സ്പൂൺ ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. പച്ചമുളക് എരിവിന് വേണമെങ്കിൽ കൂടുതൽ എരിവ് താല്പര്യമുള്ളതാണെങ്കിൽ എരിവ് കൂടുതലും കുറച്ചായിട്ടൊക്കെ ഇടാം. അങ്ങനെ ഇത് ഒത്തിരി അരയ്ക്കേണ്ട, കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ നടുക്കോട്ട് ഇങ്ങനെ വെക്കാം. ക്ഷമിക്കണം, ഇതിനകത്ത് വെളുത്തുള്ളി 2 അല്ലി ചേർക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. 2 അല്ലി ചേർക്കാം. അരയ്ക്ക് ഇങ്ങനെ നടുക്ക് ഇങ്ങനെ സ്പേസ് ഉണ്ടാക്കി നമുക്ക് നടുക്ക് വെച്ചിട്ട് ഇതിങ്ങനെ കവർ